ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതായത് SP-BSP സഖ്യത്തിലേക്ക് കോൺഗ്രസിനെയും കൂടി ക്ഷണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ന്യൂസ് 18 മാധ്യമം പുറത്തുവിട്ടിട്ടുള്ളത്. സമാജ്വാദ് പാർട്ടിയുടെ നേതാവിൽ നിന്നും കിട്ടിയ വിവരമാണ് ന്യൂസ് 18 മാധ്യമം പുറത്തുവിട്ടത്. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ 15ഓളം സീറ്റുകളിൽ ധാരണയുണ്ടാക്കാനെങ്കിലും ഈ നീക്കം സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളും ന്യൂസ് 18 മാധ്യമം പുറത്തുവിടുന്നുണ്ട്. സഖ്യം നടന്നില്ലെങ്കിലും കോൺഗ്രസിനെ മുന്നിൽ നിർത്തി തന്നെ പട നയിക്കാനാണ് SP-BSPയുടെ തീരുമാനം. പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ജനപ്രീതി ഉത്തർപ്രദേശിൽ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് SP-BSP സഖ്യത്തിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കാൻ കാരണമാക്കിയത്. ഇങ്ങനെ കോൺഗ്രസിനെ സഖ്യത്തിലേക്ക് ക്ഷണിച്ചാൽ വലിയ നേട്ടമായിരിക്കും ഇരു മുന്നണികൾക്കും ഉണ്ടാവുക. നേരെ മറിച്ചാണെങ്കിൽ ത്രികോണ മത്സരം നടക്കും. ത്രികോണ മത്സരം നടന്നാൽ ചിലപ്പോൾ വിജയിക്കേണ്ട മണ്ഡലത്തിൽ പോലും SP-BSP സഖ്യം തോൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കും. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ മതേതരത്വ വോട്ടുകൾ ഭിന്നിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഭിന്നിച്ചാൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാകുന്നത് BJPക്കാണ്. അതുകൊണ്ട് സഖ്യത്തിലേക്ക് കോൺഗ്രസിനെ ക്ഷണിച്ചാൽ വലിയ നേട്ടമായിരിക്കും SP-BSP സഖ്യത്തിന് ഉണ്ടാവുക. SP-BSP കോൺഗ്രസ് സഖ്യം ഉത്തർപ്രദേശിൽ ഒന്നിച്ചു നിന്നും മുന്നോട്ട് പോയാൽ മഹാസഖ്യത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരൽ തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല പ്രിയങ്ക ഗാന്ധിക്കും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതല ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും നൽകിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ള കണക്കുകൂട്ടലുകളൊക്കെ തന്നെയാണ് SP-BSP സഖ്യത്തെ കോൺഗ്രസിനെയും കൂടി സഖ്യത്തിലേക്ക് ക്ഷണിക്കാനുള്ള കാരണം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കണക്കൂട്ടലുകൾ ഇതിനോടകം തന്നെ ന്യൂസ് 18 മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2009 ഏകദേശം 21 സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 21 സീറ്റെങ്കിലും കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ കോൺഗ്രസ് സഖ്യത്തിലേക്ക് കടന്നു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ 15ഓളം സീറ്റുകളിൽ കോൺഗ്രസുമായി ധാരണയുണ്ടാക്കാനും അണിയറയിൽ നീക്കം നടത്തുന്നുണ്ട്. ഇങ്ങനെ പോയാലും സഖ്യത്തിന് വലിയ ഗുണം തന്നെ ചെയ്യും. എന്നാൽ BJPയുടെ വാദമാകട്ടെ 80 സീറ്റുകളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ തന്നെ വിജയിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളാണ് BJPക്കുള്ളത്. 2014 റായ്ബറേലിയിലും അമേത്തിയിലും ഭൂരിപക്ഷം നല്ല രീതിയിൽ തന്നെ കോൺഗ്രസിന് കുറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് BJP എടുത്തു പറഞ്ഞത്. കോൺഗ്രസിൻ്റെ കോട്ടകളിൽ പോലും തങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചാൽ ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും തങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കി 80 സീറ്റുകളും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ BJP മുന്നിൽ വെക്കുമ്പോൾ മഹാസഖ്യത്തിൻ്റെ ആവശ്യം എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതായിരിക്കാം BJPയെ നേരിടാനുള്ള ഒരുക്കത്തിന് പിന്നിൽ BSPയും SP കോൺഗ്രസിനെ ക്ഷണിക്കാനും തയ്യാറായത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.